വട കഴിച്ചിട്ടുണ്ടോ? വട കഴിച്ചിട്ടില്ല. വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഇന്നത്തേക്കുള്ള എന്നെ കൊണ്ടേ പറ്റൂ. വയറ് ഓക്കെ. അപ്പം ഈ രേണുവിന്റെ വയറ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രശ്നം. രേണുവിന്റെ വയറിന് ഫാൻസ് ഉണ്ടെന്നേ. കുശുമ്പ് കയറിയിട്ടാണ്. ഇവർക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ, അതില്ലല്ലോ, അതുകൊണ്ട് കുശുമ്പ്. ഇന്നലെ ഒരു ട്രോള് കണ്ടായിരുന്നു, തമന്നന്റെ വയറെന്ന് പറഞ്ഞിട്ട്. എന്റെ ദൈവമേ, ഇനി അത് മതി. അങ്ങനെ ആരും പറഞ്ഞായിരുന്നു? പറയാറുണ്ട്, ഫോട്ടോസിലൊക്കെ കാണുന്നുണ്ട്, അപ്പം പറയാറുണ്ട്. തമന്നന്റെ വയറാണ്. അങ്ങനെ വട മാറി വയറായി കേട്ടോ. വടയെന്ന് പറഞ്ഞാലാണല്ലോ കുറ്റം. അപ്പം വടയെന്നുള്ള കാര്യം ഒഴിവാക്കി ഇപ്പം വയറെന്നുള്ള കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആ ചോദിക്കുന്നവനും കൊള്ളാം, ഉത്തരം പറഞ്ഞവളും കൊള്ളാം. ആ ചോദിക്കുന്ന കേട്ടോ വയറ്, ആ വയറ് നല്ല അന്തസ്സോടെയും അഭിമാനത്തോടും കൂടിയാണ് പറയുന്നത് വയറിന് ഫാൻസ് ഉണ്ടെന്ന്. എന്ത് അന്തസ്സാണ് ഈ സ്ത്രീക്കുള്ളത്? ഇവരുടെ വയറിന് ഫാൻസ് ഉണ്ടെന്ന് ഒരു മീഡിയയുടെ മുന്നിൽ പറയുകയാണ്. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുന്നിൽ വന്ന് ഏതെങ്കിലും ഒരുത്തം വന്ന് ഇത്ര ധൈര്യത്തോടെ ചോദിക്കുവോ ചേച്ചിയുടെ വയറിന് ഫാൻസ് ഉണ്ടോ, ചേച്ചിയുടെ വയറിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമോ? അപ്പൊ അത്രയധികം ഫ്രീഡം ഇവർ കൊടുത്തിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം ആ ക്യാമറാമാൻ ചോദിച്ചിട്ടുള്ളത്. അതിന് നല്ല അന്തസ്സോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഈ രേണുസുതി ആ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്. എൻ്റെ വയറിന് ഫാൻസ് ഉണ്ട്, ഞാൻ തമന്നയാണല്ലോ, കാരണം അത്രയ്ക്ക്. അത് മാത്രമല്ല, മറ്റുള്ള ഒരു സ്ത്രീകൾക്ക് ഒരു കുത്തും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താ പറഞ്ഞിരിക്കുന്നത്? അസൂയാണ്. മറ്റുള്ള സ്ത്രീകൾക്ക് ഇത്രയധികം അകാര വടിവുള്ള വയറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ള സ്ത്രീകൾക്ക് ഇത്രയധികം കുശുമ്പ് ഈ സ്ത്രീയോട് തോന്നിയിട്ടുള്ളത്. കാരണം ഇവരുടെ ഈ വയറ് കണ്ടിട്ടും ഇവരുടെ ഈ ശരീര വടിവ് കണ്ടിട്ടും ഇവരുടെ ഈ സൗന്ദര്യം കണ്ടിട്ടും സ്ത്രീകൾക്ക് മൊത്തം, ഈ കേരളക്കരയിലെ സ്ത്രീകൾക്ക് മൊത്തം ഇവരോട് അസൂയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവർ നെഗറ്റീവ് പറയുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇവരുടെ കൂടെ റീൽസിൽ അർമാദിച്ച് നടന്ന ഒരു അക്ഷയ് ഉണ്ടല്ലോ, അക്ഷയ് എന്തോ ആ പേര്, ഒരു മുടി വളർത്തി ഒരുത്തന, ആ കെട്ടിപ്പിടിക്കുന്നതും രഹസ്യം പറയുന്നതും മടി കയറിയിരിക്കുന്നതൊക്കെ കുറച്ച് റീൽസ് നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പം അവനെ കുറിച്ചിട്ടൊരു കാര്യം ഈ മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. കൊടുക്കുന്ന മറുപടി ബേഷാണ്. അങ്ങനത്തെ ഒരു സംഭവം ഞാനും അവനും തമ്മിൽ ലൈഫിലില്ലെന്ന്, ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇതിനകത്ത് എന്താണ് പറയാനുള്ളത്? അവര് പറയാനുള്ളവർ പറഞ്ഞോണ്ടിരിക്കും. എന്തൊക്കെ ഞാൻ ആരോട് അഭിനയിച്ചാൽ അല്ല സ്ത്രീയെ, ഈ അക്ഷയ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് നിങ്ങൾക്ക് അവിഹിതമുണ്ടെന്ന് ഏതെങ്കിലും ഒരാൾക്കാർ പറഞ്ഞോ? ഇല്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ എന്നോണം പല റീൽസുകളും നിങ്ങൾ മീഡിയയ്ക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണ് ഫ്ലാറ്റിൽ താമസിച്ചതെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. അത് നിങ്ങളുടെ വായിൽ നിന്നും നിങ്ങൾ പുറത്തുവിട്ട സംഭവമാണ്. ഞങ്ങളൊരു ഫ്ലാറ്റിലായിരുന്നു, എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്, എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, അല്ലേടാ, ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോകും, അല്ലേടാ, ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾ തന്നെ അല്ലേ? അല്ലാതെ ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാമെന്നോ? ഇത് നിങ്ങൾ തന്നെയല്ലേ മീഡിയ വഴി പുറത്തു വിട്ടത്? അത് മാത്രമല്ല, ആ റീൽസിൽ എന്തൊക്കെ കോപ്രായങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള റിയാക്ഷൻ ചാനലുകാരെടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓരോരോ കോണ്ടന്റ് ഇട്ട് കൊടുക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ ബാക്കിയുള്ളവരാണോ കുറ്റക്കാർ? നിങ്ങൾ തന്നെ ഓരോന്ന് സൃഷ്ടിച്ച് ഓരോ കഥകൾ മെനഞ്ഞെടുത്ത് മറ്റുള്ളവർ നെഗറ്റീവ് പറയണം എന്ന രീതിയിൽ നിങ്ങൾ ഇട്ടുകൊടുത്തതല്ലേ അതൊക്കെ? ദാസേട്ടൻ്റെ കൂടെ ആണെങ്കിൽ അത്, പ്രതീഷിന്റെ കൂടെ ഇങ്ങനെ, ഇനി അടുത്ത ആള് വരുമ്പോ അങ്ങനെ, അതൊക്കെ കേട്ടോട്ടെ. ഇപ്പം ഒരു ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞാണ്, അവൾ ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ വിചാരം ഒരു മുറിക്കകത്ത് ഞങ്ങൾ തമ്മിൽ ഇവരുടെ മനസ്സിലുള്ള പോലത്തെയാണ് വിചാരം. ഞാനും അക്ഷയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് പറയാം, അക്ഷയ്ക്ക് പറയാം. നിങ്ങളുടെ മനസ്സിലാണ് അങ്ങനത്തെ വിചാരം. ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മുറിയെന്ന് ഞങ്ങൾ പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും? അത് മാത്രമല്ല, ദാസേട്ടൻ്റെ കൂടെ അഭിനയിച്ച അവരുമായിട്ട് പറയും, അക്ഷയുടെ കൂടെ അഭിനയിച്ച അവരുമായിട്ട് പറയും എന്ന് പറയുന്ന. ഞാനൊരു കാര്യം ചെയ്യട്ടെ, മലയാള സിനിമയിൽ എത്ര നടന്മാരുണ്ട്, പരസ്പരം പലരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശോഭന ലാലേട്ടനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ജയറാമേട്ടനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി ചേട്ടനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ പലരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇവരെ എല്ലാം ചേർത്ത് ഗോസിപ്പുകൾ പറഞ്ഞു നടക്കുന്നുണ്ടോ? അങ്ങനെ പല നടിമാര്. എന്തുകൊണ്ട് നിങ്ങളെ പറയുന്നു? കാരണം നിങ്ങൾ ഈ 10-15 മീഡിയക്കാരെയും കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങളുടെ കൂടെ അഭിനയിച്ച നിങ്ങളുടെ ദാസൻ കോഴിക്കോട് തന്നെ പറയുന്നുണ്ടല്ലോ, അങ്ങേര് തന്നെ പറയുന്നുണ്ട്, ഈ മീഡിയക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മളൊന്നും മനസ്സറിയുന്ന കാര്യമല്ല, അവരിങ്ങനെ ഓരോന്ന് എടുത്ത് ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്യുന്നതാണെന്നൊക്കെ അങ്ങേരും പറയുന്നുണ്ടല്ലോ, പെടുത്തിയതാണെന്ന് വരെ അയാൾ പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, എത്ര നടിമാർ വന്നുപോയി, ഒരുപാട് പുതുമുഖ നടിമാർ വന്ന് ഒരു 4-5 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൊടി പോലും കാണത്തില്ല. ഇപ്പം സുധി മരിച്ചതിന് ശേഷം ഇപ്പം 2 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും വർഷമായിട്ടും ഒരു കുലുക്കവും ഇല്ലാത്ത രീതിയിൽ, ഒരു ഇടിവും പറ്റാത്ത രീതിയിൽ ഈ രേണുസുതി എന്ന് പറയുന്ന ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കാനുള്ള കാരണം ഇവരുണ്ടാക്കുന്ന ഈ നെഗറ്റിവിറ്റി.
അതുപോലെ തന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കൊണ്ട് ഇവർ റിയാക്ട് ചെയ്യിപ്പിക്കുകയും ഇതുപോലെ നെഗറ്റിവിറ്റി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, കുറച്ച് നാൾ ഇവരെക്കുറിച്ച് സംസാരമില്ലാതിരിക്കുമ്പോൾ ഇവരാരെങ്കിലും തെറിവിളിയുമായിട്ട് വരും, മറ്റുള്ളവരുടെ അടുത്ത് റിയാക്ട് ചെയ്യും, വീണ്ടും ഇവരെന്താ ഈ നെഗറ്റിവിറ്റി റീച്ച് കൂട്ടും. അപ്പം ഇവർക്കറിയാം ഭയങ്കര ബുദ്ധിയുള്ള സ്ത്രീയാണ് ഇവർ. നമ്മൾ ആരും വിചാരിക്കുന്ന പോലല്ല. ഈ ഞാലിയാൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതോ ഒരു വീട്ടിൽ കിടന്ന ഒരു സാധാരണക്കാരായ സ്ത്രീ അല്ല ഈ രേണുസുതി. ഭയങ്കര കിടില ബുദ്ധിയുള്ളൊരു സ്ത്രീയാണ്. അവർക്ക് എങ്ങനെ നിൽക്കണം, ഏത് രീതിയിൽ പോകണം എന്ന് വളരെ കറക്റ്റായിട്ട് അവർക്കറിയാം. ഈ കുറച്ച് കാലം കൊണ്ട് തന്നെ ഇവരുടെ ഈ സോഷ്യൽ മീഡിയയിലെ പ്രവൃത്തിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഭയങ്കര കിടില ബുദ്ധിയുള്ള സ്ത്രീയാണ് ഇവർ. പണം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഏത് അറ്റം വരെയും പോകും, എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടാക്കും. കാരണം ഒരു വീഡിയോയിൽ ഇവർ പറയുന്നുണ്ടല്ലോ, പണമാണ് വലുത്, ഒരുപാട് നാണം കെട്ടിട്ടുണ്ട്, ഒരുപാട് സഹിച്ചിട്ടുണ്ട്, കടം മേടിച്ചിട്ടുണ്ട്, തെണ്ടിയിട്ടുണ്ട്, പക്ഷേ ഇന്ന് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് അവരുടെ അക്കൗണ്ടിൽ നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, ഈ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ റീച്ച് എങ്ങനെ നിലനിർത്താം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഈ രേണുസുതി. ഇവരൊരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയേ അല്ല, ഒരു പാവം സ്ത്രീ, മക്കളെ നോക്കാൻ വേണ്ടി ജീവിക്കുന്നു, പാവം വിധവ, അങ്ങനെയൊക്കെ പറയുന്ന വെറുതെ, ഇതൊക്കെ വെറും ലേബൽ മാത്രമാണ്. ഈ സ്ത്രീ ഭയങ്കര തന്ത്രം പഠിച്ചൊരു സ്ത്രീയാണ്. ഇപ്പൊ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും, ഒരുപാട് പേര് വെറുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, 1000 പേരാണ് ഈ സ്ത്രീയെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 1000 പേരെന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷങ്ങളാണ് 2-3 ദിവസം കൊണ്ട് ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. ഇനി ഒട്ടും ഇവർ പിന്നോട്ട് പോകത്തില്ല. ഈ കന്നിനെ കയം കാണിക്കരുതെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാണാം ഈ സ്ത്രീ എന്താണെന്നും ഇനി എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ ഇവിടെ തന്നെ കാണണം. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും.